നമസ്കാരം. കറണ്ട് അഫയേഴ്സ് 2024 ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 2024-25 സാമ്പത്തിക വർഷം RBI ലക്ഷ്യമിടുന്ന സാമ്പത്തിക വളർച്ച 7%. സംസ്ഥാനത്തെ ആദ്യ സൗജന്യ വൈഫൈ പാർക്ക് മാനാഞ്ചിറ സ്ക്വയർ. സഞ്ചാരികളുടെ ബൈബിളായി അറിയപ്പെടുന്ന ലോൺലി പ്ലാനറ്റ് പ്രസിദ്ധീകരണത്തിൻ്റെ ബീച്ച് ഗൈഡ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ബീച്ച് പാപനാശം ബീച്ച്, വർക്കല. കോടതികളിൽ ഫീസ് സംബന്ധിച്ച് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിയോഗിച്ച കമ്മിറ്റി അധ്യക്ഷൻ ജസ്റ്റിസ് VK മോഹനൻ കമ്മിറ്റി. കേന്ദ്ര സർക്കാർ രാജ്യവ്യാപകമായി ഏർപ്പെടുത്തിയ കുടുംബസുരക്ഷ 2023 പദ്ധതി പൂർത്തീകരിച്ച രാജ്യത്തെ ആദ്യ ജില്ല വയനാട്. അമർ ഉജാല ദിനപത്രത്തിൻ്റെ ആകാശദീപ പുരസ്കാരം ലഭിച്ച മലയാള സാഹിത്യകാരൻ MD വാസുദേവൻ നായർ. ചരിത്രത്തിൽ ആദ്യമായി തായ്ലാൻഡ് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതയായ വനിത ആര്? നുവാൽഫാൻ ലാംസാം. ആദ്യ പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളം. ദേശീയ സെൻസസ് ദിനം ഫെബ്രുവരി 9. തമിഴ്നാടിൻ്റെ ഔദ്യോഗിക ഗാനമായ തമിഴ് തായ് വാഴ്ത്ത് രചിച്ച മലയാളി മനോന്മണീയം P. സുന്ദരംപിള്ള. അടുത്തിടെ 135 സ്ഥാപിത വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം കോന്നി റിസർവ് വനം. ഓസ്ട്രേലിയയിലെ വർണ്ണവിവേചന സമിതിയുടെ അധ്യക്ഷനായി നിയമിതനായ ഇന്ത്യൻ വംശജൻ ഗിരിധരൻ ശിവരാമൻ. റൈസ് ഓഫ് മില്ലറ്റ്സ് എന്ന ഡോക്യുമെൻ്ററിയുടെ സംവിധായകൻ GS ഉണ്ണികൃഷ്ണൻ നായർ. 2024 ഫെബ്രുവരിയിൽ കേരള അഡ്മിനിസ്ട്രേറ്റ് ട്രൈബ്യൂണൽ അംഗമായി നിയമിച്ചത് N. വാസുദേവൻ. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒഡീഷ ടാബ്ലോ. സാഫ് U19 വനിതാ ചാമ്പ്യൻഷിപ്പ് 2024 സംയുക്ത വിജയികളായത് ഇന്ത്യയും ബംഗ്ലാദേശും. വയനാട്ടിൽ ഇറങ്ങിയ കൊലയാളി കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം മിഷൻ ബേലൂർ മഖ്ന ഓൺ. സംസ്ഥാനത്തെ ആദ്യ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെ? കരിക്കകം, തിരുവനന്തപുരം. യൂറോപ്പിൻ്റെ മുകൾത്തട്ട് എന്നറിയപ്പെടുന്ന ജംഗ്ഫ്രൗ ജോച്ചിൽ ആദരം ലഭിച്ച ഇന്ത്യൻ അത്ലറ്റ് നീരജ് ചോപ്ര. 2024 ഫെബ്രുവരിയിൽ നടക്കുന്ന 11ാമത് ലോക സർക്കാർ ഉച്ചകോടിയുടെ വേദി ദുബായ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം ഹൈദരാബാദ്. ലോക പയർവർഗ ദിനം ഫെബ്രുവരി 10. ദക്ഷിണ റെയിൽവേയിലെ ആദ്യ ട്രാൻസ്ജെൻഡർ ടിക്കറ്റ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റ നാഗർകോവിൽ സ്വദേശി സിന്ധു. 2024 ഫെബ്രുവരി 26 പുറത്തിറങ്ങുന്ന 11 റൂൾസ് ഫോർ ലൈഫ് സീക്രട്സ് ടു ലെവൽ അപ്പ് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ചേതൻ ഭഗത്. ഗൂഗിളിൻ്റെ AI ചാറ്റ്ബോട്ടായ ബാഡിനെ ഏത് പേരിലാണ് റീബ്രാൻഡ് ചെയ്തത്? ജെമിനി.
2024 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീട ജേതാക്കൾ. ഖത്തർ. അന്താരാഷ്ട്ര വനിതാ ശാസ്ത്രദിനം ഫെബ്രുവരി 11. 2024 ഫെബ്രുവരി 10 അന്തരിച്ച ലോക പ്രശസ്ത ചിത്രകാരനും ശില്പിയുമായ മലയാളി എ. രാമചന്ദ്രൻ. 2024 ഫെബ്രുവരിയിൽ ആകാശത്ത് ദൃശ്യമായ ഭീമൻ സൗരകളങ്കം AR 3576. ലോക സർക്കാർ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ സിനിമാ താരം ഷാരൂഖ് ഖാൻ. ലോകത്തിലെ ആദ്യ മൊബൈൽ ഫ്ലോട്ടിംഗ് ഫയർ സ്റ്റേഷൻ നിലവിൽ വന്ന നഗരം ദുബായ്. റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ കണക്കുപ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം തമിഴ്നാട്. 2024 കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീട നേതാക്കൾ കേരള യുണൈറ്റഡ് FC. 2024 ഫെബ്രുവരിയിൽ UPI സേവനം ആരംഭിച്ച രാജ്യങ്ങൾ ശ്രീലങ്ക, മൗറീഷ്യസ്. രാജ്യാന്തര അപസ്മാര ദിനം ഫെബ്രുവരി 12. 2024 ഫെബ്രുവരിയിൽ രാജിവെച്ച ഹംഗറി പ്രസിഡന്റ് കാറ്റലിൻ നോവാക്. അണ്ടർ 19 പുരുഷ ഏകദിന ലോകകപ്പ് ജേതാക്കളായത് ഓസ്ട്രേലിയ. ഫിൻലൻഡിൻ്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ സ്റ്റബ്. 2024 ഫെബ്രുവരിയിൽ യുവതീ യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ രാജ്യം മ്യാൻമാർ. സംവരണ സമുദായങ്ങളിലെ മികച്ച പാർലമെന്റേറിയനുള്ള പ്രഥമ അംബേദ്കർ അയ്യങ്കാളി പുരസ്കാരത്തിന് അർഹനായത് കൊടിക്കുന്നിൽ സുരേഷ്. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചത് ദേവിക രേഗെ, നോവൽ ക്വാർട്ടർ ലൈഫ്. 2024 ആഫ്രിക്കൻ നേഷൻ കപ്പ് ജേതാക്കളായത് ഐവറി കോസ്റ്റ്. 71ാമത് മിസ് വേൾഡ് രാജ്യത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. ലോകത്തെ ഏറ്റവും ശക്തമായ MRI സ്കാനർ ഇസ്യൂൾട്ട്. ലോക റേഡിയോ ദിനം ഫെബ്രുവരി 13. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന താരമെന്ന രോഹിത് ശർമ്മയുടെ റെക്കോർഡിനൊപ്പമെത്തിയ താരം ഗ്ലെൻ മാക്സ്വെൽ. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച മാരത്തണിലെ ലോക റെക്കോർഡുകാരൻ കെൽവിൻ കിപ്റ്റം. ലോക നാദചികിത്സാ ദിനം ഫെബ്രുവരി 14. 1 കോടി വീടുകളിൽ പുരപ്പുറ സോളാർ പദ്ധതി നടപ്പാക്കാനുള്ള സൗജന്യ സബ്സിഡി വൈദ്യുത പദ്ധതി പ്രധാനമന്ത്രി സൂര്യഭവനം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു. ബൈ.